ജലപീരങ്കിയിൽ മലിനജലം, സഭയിൽ കുപ്പിയുമായി പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് AIYF-ഉം ASF-ഉം നടത്തിയ നിയമസഭാ മാർച്ചിൽ പോലീസ് മലിനജലം പ്രയോഗിച്ചെന്ന ആരോപണവുമായി പ്രതിപക്ഷം നിയമസഭയിൽ. കടുത്ത പകർച്ചവ്യാധി ഭീഷണിയുള്ള സമയത്ത് ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്ന മലിനജലം പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിച്ചത് അതീവ ഗൗരവത്തോടെ കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് ജലപീരങ്കിയിൽ നിന്നും ശേഖരിച്ച മലിനജലം അടങ്ങിയ കുപ്പിയുമായിട്ടാണ് സഭയിലെത്തിയത്. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി കൃത്യമായ മറുപടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഷയം ഗൗരവമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സഭയ്ക്ക് ഉറപ്പു നൽകി. സംസ്ഥാന ബജറ്റിലെ വിവാദ പ്രഖ്യാപനങ്ങളെ ചൊല്ലി UDF-നകത്തും കോൺഗ്രസിലും ആഭ്യന്തര ഭിന്നത രൂക്ഷമാകുന്നു. വകുപ്പ് മന്ത്രി പോലും അറിയാതെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് എക്സൈസ് മന്ത്രി M. ലിജു ഇന്ന് മുഖ്യമന്ത്രി VD സതീശനെ നേരിൽ കണ്ട് അതൃപ്തി അറിയിക്കും. ബജറ്റിലെ മദ്യനയ പ്രഖ്യാപനവും കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള തീരുമാനവും കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് ആഭ്യന്തര എക്സൈസ് വകുപ്പുകൾ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ മറുവശത്ത് മുഖ്യമന്ത്രി മദ്യലോബികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ടെന്നും പ്രസ്ഥാനത്തിനുള്ളിൽ അടിയന്തരമായി തിരുത്തലുകൾ അനിവാര്യമാണെന്നും ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. SNDP യോഗ നേതൃത്വവുമായി ബന്ധപ്പെട്ടുയർന്ന മൈക്രോ ഫിനാൻസ് കേസുകൾ അതീവ ഖേദകരമാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇക്കാര്യത്തിൽ യോഗം നേതൃത്വം കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണമെന്നും ആവശ്യപ്പെട്ടു. മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ AMMA-യിൽ നിന്നും മുതിർന്ന നടി മല്ലിക സുകുമാരൻ രാജിവെച്ചു. ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് താരം സ്നേഹപൂർവ്വം പടിയിറങ്ങുന്നതായി അറിയിച്ചത്. താൻ എപ്പോഴും സത്യത്തിന്റെയും ന്യായത്തിന്റെയും ഭാഗത്താണെന്ന് മല്ലിക സുകുമാരൻ വ്യക്തമാക്കി. കൂടാതെ നടി ശ്വേതാ മേനോന് പിന്തുണയും പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവെച്ചു. ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ നേതൃസ്ഥാനവും ഒഴിയുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. പാർട്ടിക്കുള്ളിൽ മാസങ്ങളായി ശക്തമായിരുന്ന ആഭ്യന്തര സമ്മർദ്ദങ്ങൾക്കും നേതൃത്വത്തിനെതിരായ വിമർശനങ്ങൾക്കും ഒടുവിലുമാണ് സ്റ്റാർമറുടെ രാജി. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ച സ്റ്റാർമർ തുടക്കത്തിൽ പദവിയിൽ തുടരുമെന്ന നിലപാടിലായിരുന്നു. എന്നാൽ സമീപകാല തെരഞ്ഞെടുപ്പ് തിരിച്ചടികളും പാർട്ടി MP-മാരുടെയും മുതിർന്ന നേതാക്കളുടെയും വർദ്ധിച്ച സമ്മർദ്ദവും അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റാൻ കാരണമായി. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായ KEAM 2026 ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. തിങ്കളാഴ്ച പ്രഖ്യാപിക്കാനിരുന്ന ഫലമാണ് ജൂൺ 26 മാറ്റിയത്. CBSE +2 പുനർമൂല്യനിർണയ ഫലങ്ങൾ ഞായറാഴ്ച രാത്രിയോടെയാണ് പുറത്തു വന്നത്. ഇതോടെ പുതുക്കിയ മാർക്കുകൾ പരിഗണിച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കാൻ കൂടുതൽ സമയം ആവശ്യവുമായി വന്ന സാഹചര്യത്തിലാണ് ഫലപ്രഖ്യാപനം നീട്ടിയത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് പിന്നാലെ മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ആരോപണം. ക്ഷേത്രത്തിലെ പൂജാരിയായ ദിനേശ് പഹലാഗിരി മഹാരാജും ക്ഷേത്ര മാനേജ്മെന്റും തമ്മിൽ പരസ്പരം ഉന്നയിക്കുന്ന പ്രത്യാരോപണങ്ങളാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം മന്ദഗതിയിലായതും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ തുടരുന്നതും എണ്ണവില വർധനവിന് കാരണമായി. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചറുകൾ 54 സെന്റ് ഉയർന്ന് ബാരലിന് $81.11 വ്യാപാരത്തിന്റെ തുടക്കത്തിൽ ഇത് $82.30 വരെ ഉയർന്നിരുന്നു. US വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഫ്യൂച്ചറുകൾ $2.02 വർദ്ധിച്ച് $78.62 സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ മുന്നറിയിപ്പ് നൽകി AP സമസ്ത. സർക്കാരിന്റെ ഈ നീക്കം വലിയ അഴിമതിയിലേക്കുള്ള വാതിൽ തുറക്കലാണെന്നും തീരുമാനം മുഖ്യമന്ത്രി VD സതീശൻ തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും സമസ്തയുടെ മുഖപത്രമായ സിറാജ് പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലിൽ വ്യക്തമാക്കുന്നു.
ഒരു ഗോളിന് പിന്നിലായ ശേഷമുള്ള അതിഗംഭീര തിരിച്ചുവരവിലൂടെ ഈജിപ്ത് തങ്ങളുടെ ആദ്യ ലോകകപ്പ് വിജയം സ്വന്തമാക്കി. ഗ്രൂപ്പ് ജിയിലെ നിർണായക മത്സരത്തിൽ ന്യൂസിലാൻഡിനെ 3-1 കീഴടക്കിയാണ് ഈജിപ്ത് ചരിത്ര നേട്ടം കുറിച്ചത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇരു ടീമുകളും ആക്രമണാത്മക രീതി പുറത്തെടുത്തിരുന്നു. ആദ്യ 10 മിനിറ്റിൽ തന്നെ നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടായെങ്കിലും വ്യക്തമായ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞിരുന്നില്ല. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.